അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങളും അറിയിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളെ കിച്ചണിലേക്ക് കിടക്കുകയാണ്. 5:45 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തലേ ദിവസം രാത്രി തന്നെ കിച്ചണൊക്കെ കൊണ്ട് വൃത്തിയാക്കിയിട്ടിട്ട് ചെന്ന് കിടന്നാൽ നേരെ പോലത്തെ എഴുന്നേറ്റ് വരുമ്പോൾ കിച്ചൺ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അല്ലേ. നമുക്ക് എല്ലാം അങ്ങനെ ക്ലീനായിട്ട് കിടക്കുമ്പോൾ നമുക്ക് ജോലി ചെയ്യാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് വരും. അപ്പോൾ എന്താ പറയുക, സ്കൂളില്ലാത്ത ദിവസമാണ്, എന്നാൽ പോലും ഞാൻ കിടക്കൊന്നുമില്ല. സുബഹി നമസ്കാരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് തന്നെയാണ് വരിക. 5 മണിക്ക് മുന്നേ തന്നെ എഴുന്നേൽക്കും. എന്നിട്ട് പിന്നെ നമ്മൾ നമസ്കാരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ നേരെ കിച്ചണിൽ വന്നിട്ട് ജോലികൾ ആരംഭിക്കലാണ് പതിവ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ കഴിയും. അതല്ലെങ്കിൽ കുറച്ച് നേരം കിടന്നാൽ പിന്നെ അന്നത്തെ ദിവസം മൊത്തം പോക്കായ പോലെയാണ്. പിന്നെ വല്ല വയ്യാ തോന്നുന്ന സമയങ്ങളിലൊക്കെ മാത്രമേ കിടക്കുന്ന പരിപാടിയുള്ളൂ. അപ്പോൾ എൻ്റെ റെസിപ്പി വീഡിയോ കണ്ടിട്ട് 1-2 പേരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ പാചകം ചെയ്യുന്ന ഭാഗം മാത്രമാണെങ്കിൽ നമ്മൾ വീഡിയോയിൽ കാണുക, അപ്പോൾ അടുക്കളുടെ ഫുൾ ഭാഗങ്ങൾ കാണിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കിച്ചണാണ് ഈ കാണുന്നത്. ഒരു കുഞ്ഞടുക്കളയാണ്, എന്നാൽ അൽഹംദുലില്ലാ എല്ലാ സൗകര്യങ്ങളും ഇതിൽ തന്നെ ഒതുക്കിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, കബോർഡ് മുകളിൽ കാണുന്ന കബോർഡില്ലേ അതേപോലെ തന്നെ ആയിരുന്നു താഴത്തതും. 21 വർഷമായിട്ടുണ്ട് വീട് താമസിച്ചിട്ട്. അപ്പോൾ മുകളിൽ പിന്നെ എപ്പോഴും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ കബോർഡ് കംപ്ലൈൻറ്റ് ഇല്ലാതെ അവിടെ കിടക്കുന്നുണ്ട്. താഴത്തത് നാശമായിട്ടുണ്ടായിരുന്നു, ആകെ ഡ്രോ ഒക്കെ പൊളിഞ്ഞ് നാശമായപ്പോൾ മാറ്റിയതാണ്. ഇതിപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും താഴത്തെ കബോർഡ് മാറ്റിയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചണ്. ഞാനിത് എത്ര നേരത്തെ ചാനൽ തുറന്നിടാറില്ല കേട്ടോ. ഇന്നൊന്നിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് നോക്കിയതാണ്. പുറത്ത് നല്ല ഇരുട്ടാണ്. 6 മണിയായി തുടങ്ങിയിട്ടുണ്ട്. എന്നാലിപ്പോൾ 6 മണിയൊക്കെ കഴിയണമല്ലോ ഒന്ന് വെളിച്ചം വെക്കണമെങ്കിൽ. അപ്പോൾ അതിന് നമ്മൾ കിച്ചണിൽ വന്നാൽ ഒരു കപ്പ് പച്ചവെള്ളം എടുത്ത് കുടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി ഒരു കപ്പ് കോഫി ഉണ്ടാക്കലാണ്. അതുകൊണ്ട് കുടിച്ചു കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് ബാക്കിയുള്ള ജോലിക്കൊക്കെ ഒരു എനർജി കിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു അടിപൊളി കോഫി ഉണ്ടാക്കിയിട്ട് അതൊന്ന് കുടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. അപ്പോൾ കോഫി കൂടിയൊക്കെ കഴിഞ്ഞു, ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇന്ന് എളുപ്പക്കടിയാണ് കേട്ടോ. മക്രോണി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. സ്കൂളില്ലാത്ത ദിവസമല്ലേ, പിന്നെ കുട്ടികൾക്കും മക്രോണി നൂഡിൽസൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതിന് മക്രോണി കഴുകി വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അവിടെ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ മക്രോണി വേവിച്ച് കഴിഞ്ഞാൽ തീരെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്ന് അറിയാം, അറിയാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ മക്രോണി വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് സ്റ്റവിൽ ഒരു പാൻ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 3/4 ഭാഗമൊക്കെ വഴണ്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളക് എല്ലാം കൂടെ. കുരുമുളക് പൊടിയും കുറച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള എരിവിനുള്ള പച്ചമുളക് ചേർത്താൽ മതി. എന്നിട്ട് അതിൻ്റെ പച്ചമുളക് നന്നായി മാറി വരട്ടെ. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ഇളക്കി ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് ആവിയിൽ വേവട്ടെ. അപ്പോൾ നന്നായി വെന്തുടയും തക്കാളി. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂടി വെച്ച് വേവിക്കുന്നത്. ഇനി തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് വേണ്ടവർക്ക് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ക്യാപ്സിക്കം ചേർത്തിട്ട് മസാല തയ്യാറാക്കിയൊരു നല്ലൊരു ഫ്ലേവറാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഈ രീതിയിലാണ് ഞാൻ മക്രോണി തയ്യാറാക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു 2-3 പീസ് ചിക്കൻ വേവിച്ചിട്ട് എല്ലൊക്കെ മാറ്റിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ ടൊമാറ്റോ സോസ് ഒരു 2 ടീസ്പൂണോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും നിർബന്ധമില്ല, ടൊമാറ്റോ സോസ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്തൊന്നും കൂടി ടേസ്റ്റാണ്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ വേവിച്ച് വെച്ച മക്രോണി ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർക്കുക. ഇനി നമ്മളെ മക്രോണി മസാല കൂടി നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം നമുക്ക് ചേർക്കാനുള്ളത് മല്ലിയിലയാണ്. അപ്പോൾ ഒരു പിടി മല്ലിയില ഇവിടെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ആ പാലുകുപ്പി എടുക്കാൻ വേണ്ടിയിട്ട് മുൻവശത്തേക്ക് വന്നപ്പോൾ ചെടിയൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുകയാണ്. സ്കൂളില്ലാത്ത ദിവസം ആയതുകൊണ്ട് തന്നെ അതിനൊക്കെ ഉള്ളൊരു ടൈം ഉണ്ടാകും. സ്കൂളിലെ ദിവസം പിന്നെ ഇതിനൊന്നും നേരം കിട്ടില്ല. പാലുകുപ്പി എടുത്തിട്ട് നേരെ കിച്ചണിലേക്ക് തന്നെ ഓടുകയാണ് പതിവ്. അപ്പോൾ ചെടിയൊക്കെ ഇങ്ങനെ എന്നാൽ രാവിലെ തന്നെ നമുക്കൊന്നിങ്ങനെ നോക്കിയാൽ മനസ്സിനൊരു സുഖമാണല്ലേ. പിന്നെ 1-2 പേരൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്യൽ, അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കൽ, വീട്ടിലെ പണി, ഇതൊക്കെ കൂടിയിട്ട് എങ്ങനെ നേരം കിട്ടുന്നത്. പിന്നെ നമ്മൾ കേക്കിന് വേണ്ട സാധനങ്ങൾ മേടിക്കാനും ഒക്കെ ഞാൻ തന്നെ പോകണം. അപ്പോൾ എല്ലാം കൂടിയിട്ട് സമയം ഉണ്ടാവും എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് സമയം കിട്ടൂട്ടാ. നമ്മൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ പിന്നെ പോയി കാര്യം. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് കിടക്കാതെ നേരത്തെ തന്നെ കിച്ചണിലേക്ക് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ജോലികളൊക്കെ ആരംഭിച്ചാൽ നമുക്ക് എല്ലാത്തിനും ടൈം ഉണ്ടാവും. പിന്നെ എന്താണ്, ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും ബൈ.